ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അഭിഷേക വിഘ്നം. അന്നേരം ആദിത്യനു മുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീളിനും. എന്തൊരു മൂലമതിനെന്നു മനസ്സേ ചിന്തിച്ചു മന്ദം മന്ദം. തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും മന്ദപുരമകം പൂക്കാനതിദ്രുതം. രാജീവമിത്ര ഗോത്രോത്ഭൂത ഭൂപതേ. രാജരാജേന്ദ്ര പ്രവര ജയ ജയ. ഹിത്തം നവനെ സ്തുതിച്ചു നമസ്കരിച്ചു താനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ, എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു വൃത്തിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ, ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തൊന്നു മഹാരാജവല്ലഭേ, ചൊല്ലുകിന്നോടു കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രിപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ, സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമേതി രാമേതി ജപിക്കുകയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും ഉദ്ദിൽ പ്രജാകര സേവയും ചെയ്യയാൽ അത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാൻ ദുഃഖം നൃപേന്ദ്രനു. രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രനും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനമനാകർണ്യജ്ഞാനിഹ രാജീവലോചന പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ, സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തൻ മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരു കറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിയിടിനാൻ. താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോട് കൂടവേ. സൗമിത്രിയോടും കരറിരതോപരി പ്രേമവിവശനാം താതൻ മരുവിടും. മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുത്തായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേനെ മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമീപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീജങ്ങളതു കണ്ടനന്തരം ആരുടെ ശോകവിലാപം തുടങ്ങിനാൻ. രോദനം കേട്ടു വശിഷ്ഠമുനീന്ദ്രനും ഏതേന മന്ദിരം പോക്കിയതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചതെന്നേരം കാരണമെന്തെന്നു താത ദുഃഖത്തിനു നേരെ അറിഞ്ഞവരെന്നതു നേരം പറഞ്ഞതു കൈകേയപുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസേനി നിരൂപിക്കലുദിനി. താതനോ ദുഃഖ നിവൃത്തി വരുത്തുവാൻ
ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടുവരും മമദത്തമായിട്ടുണ്ടു പണ്ടു താതനാൽ സന്തുഷ്ട ചേതസ. നിന്നാലെ സാധ്യമായുള്ളൊന്നതു രണ്ടു മിന്നു തരേണമെന്നർത്ഥിക്കുകയും ചെയ്താൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിക നീ. സത്യപാശേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനാം ചെയ്കയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്രസമുത്ഭവൻ എന്നതറിക നീ. മാതൃവചന ശൂലാഭിഹതനായ മേദിനി ബാലകുമാരനും രാമനും എത്രയുമേറ്റം വിദിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാനുപേക്ഷിപ്പതിനില്ല സംശയം. മാനസേ ഖേദം അതിനില്ലെനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജമെന്നറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാനുപേക്ഷിപ്പനറിക നീ. പാവകൻ തങ്കൽ പതിക്കണമെങ്കിലു മേവും വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി ചെറ്റില്ലെനിക്കറിക നീ. ചേതസി ചെറ്റില്ലെനിക്കെന്നറിക നീ. താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. പിത്രാ നിയുക്തനായിട്ടു ചൊന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ. പിത്രോൽമലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്തമെല്ലാം വിജ്ഞാതം മയാതുന. ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാനാകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം അയോക്തം മുറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടൊരു കൈകേയിയും രാമനോടാശു ചൊല്ലിയിടിനാദരാൽ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനേ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടിത് നിയോഗിച്ചാൽ മടിയുണ്ടു മന്നവനിതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായതു. ശേഖഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവാൻ വനത്തിനു മാതാവേ. എന്തെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിനു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡവാസത്തിനേറ്റ മെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചെറും അമ്മയ്ക്കു നിദ്ദേഹമാത്രം വധിക്കയാൽ ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂർവവും തൃപ്തനാക്കിയിടുവാൻ താതനോ തന്നെ യൗവനം നൽകി ജരാനരയും വാങ്ങി. ദിവ്യന്മാരായ പ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു. മൽപിത ദുഃഖിപ്പതിനില്ല അവകാശം. രാഘവ വാക്യം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. സ്ത്രീജിതനായതി കാമുകനായൊരു രാജാധമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കനേ. ദോഷം നിനക്കതിനേതുമകപ്പെടാം. അല്ലായെങ്കിൽ ഇന്നു സത്യദോഷം പറ്റുമല്ലോ കുമാര. ഗുണാംബുദേ രാഘവ. പ്രത്യോപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ.
ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പല ജാതി പറകയും നീരോലോല വാർത്തു കരയുകയും നന്നായി മുറുകെ മുറുകെ തെഴുകിയും പിന്നെ ചുടുചുടേ ദീർഘമായി വീർക്കയും ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചൊരു ഗൗതമൻ അശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തഥാ. എന്തിനെന്താതൻ ഹൃദൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാ ഞങ്ങൾക്ക് ശക്തി പോരായ്കയുമില്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിടുക സാദരം, ഞാൻ അരണ്യത്തിലും വാഴുവാൻ ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ. സൗഖ്യമേറും മനത്തിങ്കൽ വാണിടുവാൻ ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു. ദേവനും മാതൃഗൃഹം പൂക്കതു നേരം ധർമ്മയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി ചെയ്യിപ്പിച്ചു. പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമദേവദാനങ്ങൾ ചെയ്താദരാൽ ഭക്തി കൈ കൊണ്ട് ഭഗവത്പാദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൻ, രാമനുപഗതനായൊരു കണ്ടില്ല. ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നേടിനാൻ. പിന്നെ മടിയിലുരത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ത്യ ഭരത ശ്യാമള കളേവരം മന്ദം മന്ദം തലോടി പറഞ്ഞിടിനാൻ, എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതിനാശു നീ എന്നു മാതാവ് പറഞ്ഞൊരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമാരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയ പുത്രിയാമമ്മയ്ക്കു മൽപിത രണ്ടു വരവും കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കമെന്നതും. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടനായി വസിച്ചിടുക. മാതാവും ശ്രീരാമവാക്യമേവം കേട്ട് കൗസല്യ പാരിൽ മോഹിച്ചു വാണിടിനാളാകുലാൻ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാവർണവും തന്നിൽ മുഴുക്കി കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാളിന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം അടിയാതെ. നിന്നെ പിരിഞ്ഞു ഞാൻ ക്ഷണാർദ്ധം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവാൻ. പൈതലെ വേർവിട്ടു പോയ പശുവിനുള്ളാതി അറിഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കെ ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു തെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തിൽ ലംഘിച്ചു ഭൂപതി
തന്നെ വാചാഗമിക്കുന്നതാകിലോ ഞാനുമൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവാൻ മാനവംശവും ഇങ്ങനെ മുടിഞ്ഞുപോം. തത്ര കൗസല്യ വചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നി ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലമെന്തിതു കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ചടം വൃന്ദം വധോചിതം ശാന്തേതരം പ്രഭാഹീനം ചടപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപത്നികളായുള്ളവരെയുമൊക്കെ അന്തകൻ വീട്ടിനയച്ച അഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേതും ഇതിന്ന ശോകീപതി നന്ദർമുദ വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമില്ലാത്തതു ചെയ്യുന്നതാകിലോ ചാര്യനും ശാസനം ചെയ്യുന്നതേവരൂ. ഇത്തം പറഞ്ഞു ലോകത്രയും തദൃശ ദഗ്ധമമ്മാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെയ്തു നന്ദിച്ചു ഗാഠമായാലിംഗനം ചെയ്തു സുന്ദര നിന്ദിര മന്ദിര വത്സനാനന്ദ സ്വരൂപ നന്ദസ്വരൂപ നിന്ദിന്ദര വിഗ്രഹൻ ഇന്ദീവരാക്ഷനി നിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദ്യാംഗ്രിയുഗ്മാരവിന്ദൻ വൃന്ദവന്ദ്യാംഗ്രിയുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാന നിന്ദുചൂടപ്രിയൻ ചന്ദ്രബിംബാനനിന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരദൂരവൻ വന്ദാരു വൃന്ദമന്ദാരദാരൂപമൻ. ലക്ഷ്മണോപദേശം 1. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ. നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതോ കേൾക്കണേ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേതൽ പ്രയാസം തവ യുക്തമതല്ലായികലെന്തെന്നതിനാൽ ഫലം യോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്കനി പൗരസന്തപ്ത ലോകസ്ഥാംബുബിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണ കളസമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹീന പരിഗ്രസ്തമാം ലോകവുമാലോല ചേതസഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥികൾ അത്രാദി സംഗമ മെത്രയുമൽപകാലസ്ഥിതമോർക്കനി പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരദ്രുവും സ്വപ്ന സമാനം കളത്ര സുഖം നൃണ അല്പമായുസും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഓർക്കഗന്ധർവ നഗര സമാമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചു വേഗേന യഥപ്പതിയിൽ മറിഞ്ഞതു സത്വരം നിദ്രയും വന്നിതുദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്രം മതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കലാന്തരം. ആയുസും പോകുന്നതേതും അറിവില്ല. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചിത്തമോഹേനെ മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയും നീളമായതിൻ വൈഭവം. ഇപ്പോൾ
ഇപ്പോൾ ഇതു പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ ആമകുംബാമ്പു സമാനമായുസുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രാഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെ പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം മാഢ്യോഹമെന്നാമേടിതം വളർന്നിടം ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി കൂകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വങ്മാംസരസ്താസ്തി വെൺമുദ്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നിത ധ്രുവം. ദേഹാഭിമാനം നിമിത്തമുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസധാരിൽ നിരൂപിച്ചും തവ ജ്ഞാനമില്ലായ്കെന്നധിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കെ ദേഹാഭിമാനനാം ദോഷേണ വന്നു ഭവിക്കുന്നിതോർക്കനേ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാധവാമ വിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതോ വിദ്യ കേൾ. സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായതോ വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര ക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമതികെടു. മാതാപിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നത് പൂമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം. ക്രോധമല്ലോ യമനായതു നിർണയം, വൈതരണ്യാഖ്യയായതു തൃഷ്ണയും. സന്തോഷമാകുന്നതു നന്ദനൻ വനം സന്തതം ശാന്തിയെ. കാമസുരഭിക്കേൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ. സന്താപമെന്നാൽ ഒരു ജാതിയും വരാദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം അഹന്തമേലെ വസിപ്പാത്മാവു കേൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി. നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം. സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുവനീ. സാരജ്ഞനായ നീ കേൾസുഖദുഃഖദം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം ബ്രാഹ്മണി നിത്യ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസിത്തിങ്കിൽ നിന്നാശു കളക നീ. മാനമല്ലോ
പാദമാസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു. സൗമുഖ്യന്മാരോട് മാതാവു ചൊല്ലിയിടിനാൻ, കൗസല്യ സാന്ത്വനം. കേൾക്കണം അമ്മേ, തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതു വിഷാദമുണ്ടാകലോ. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരും. ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനീ നീ കേവലം. ആശു 14 സംവത്സരം വന ദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടനുമ അനുഗ്രഹിച്ചിടണം. അച്ഛനെങ്ങിന്തുള്ളിലിച്ചയെന്നാലതു നിശ്ചയെന്നുറങ്ങിച്ചിടണം. അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതി വൃത്യാനിഷ്ഠ വധുനാമെന്നു നിർണയം. മാതാവ് മോദാൽ അനുവദിച്ചിടുകില്ലേതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറിച്ചു വണിയിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടാൻ. പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തു സംഗീത സീമ്നി ചേർത്താതരാൽ മൂർഗ്നി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാളാശീർവചനങ്ങളാച്ചു. കൗസല്യയും ദേവകളോടിരന്നിടിനാൾ, സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടതയാബ്ദേ പുരുഷോത്തമഹര മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ പ്രധാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സ്വർഗസ്ഥിതിലകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കേട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവാൻ നിങ്ങൾ ഇത്തമർത്തിച്ചു തൻ പുത്രനാം രാമനെ. ബന്ധബാഷ്പം ഗാഢഗാഠം പുണർന്നിടുന്നുടൻ 7 സംവത്സരം കാനനെ വസിച്ചാരാൽ വരികെന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാ സൽഗതം ലക്ഷ്മണൻ താനും പറഞ്ഞനാനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം, നിന്നരുളപ്പാടു കേട്ടു തീർന്നതുലോ. തൽപാദ സേവാർത്ഥമായി നടിയനോ ഇപ്പോൾ വഴിയെ വിടകൊള്ളുവെന്നുമേ മോദാലതിനായനുവദിച്ചിടണം. സീതാപതേ രാമചന്ദ്രാദയാനിതേ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിലേണ ലേണാംഗ തുല്യവദന രഘുപതേ. എങ്കിൽ നീ പൊന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനൻ താനോ മരുൾ ചെയ്തു. സീതാരാമ സംവാദം. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗ്രഹം പോക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്താനവും ചെയ്തു. കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാതൃക്കാൽ കഴുകി സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു. സുന്ദരി മന്ദം പറഞ്ഞേടിനാൽ ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനദേ. വാരണവീരനെങ്ങോ മമ വല്ലഭ ഗൗരാത്രപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാക്യഘോഷങ്ങളും ആഭരണാദ്യാലങ്കാരവും സമാന്തഭൂപാലരെയും പറഞ്ഞതി രോമാഞ്ചമോടെഴുന്നള്ളി
യതെന്തയോ ഇത്തം വിദേഹാത്മജാ വചനം കേട്ടു പ്രത്യേപതി സുതൻ താനുമരുൾ ചെയ്തു തന്നിതോ ദണ്ഡ കാരുണ്യരാജം മമ പുണ്യം വരുത്തുവാൻ താതനറിയികടോ ഞാനതോ പാലിപ്പതിനാശു പോകുന്നു മനസ്സേ ഖേദമിളച്ചു വാണേടുക.